then we are going to learn what are the importance of labor cost control. അതുപോലെ ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണെന്നുള്ളതും അതുപോലെ ലേബർ കോസ്റ്റ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലേബർ കോസ്റ്റ് കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് സിസ്റ്റം വിച്ച് എൻഷുവേഴ്സ് പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അതായത് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അവരുടെ എഫക്റ്റീവ് അതായത് അവരിൽ നിന്ന് നമുക്ക് മാക്സിമം എത്രയാണോ പ്രതീക്ഷിക്കുന്നത്, അവരിൽ നിന്ന് നമുക്ക് എത്രമാത്രം ബെനിഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അവരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അവരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ലേബർ കോസ്റ്റ് കൺട്രോളിൽ പറയുന്നത്. ലേബർ കോസ്റ്റ് കൺട്രോൾ ഇൻവോൾവ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്, പ്രോപ്പർ ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, പ്രോപ്പർ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ് ആൻഡ് പ്രോപ്പർ അക്കൗണ്ടിങ് ഫോർ ദി വേജസ് പെയ്ഡ് ടു ദം. അതായത് ഒരു എംപ്ലോയീസ് അവരെ മാക്സിമം അവരുടെ ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് കിട്ടണം, അല്ലേ? എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഏതൊരു എംപ്ലോയും അവരുടെ മാക്സിമം ആ ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, അവർക്ക് മാക്സിമം പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, ആ വർക്കേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ പ്രോപ്പർ ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. ടൈം കീപ്പിങ്ങും ടൈം ബുക്കിംഗ് ഒക്കെ നമ്മളിതിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എംപ്ലോയീസിന് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഒരു എംപ്ലോയീസിൻ്റെ, അതായത് ആ ഓർഗനൈസേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിൻ്റെ അവരിൽ നിന്ന് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ലേബർ കോസ്റ്റ് കൺട്രോളിൽ പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ? ലേബർ കോസ്റ്റ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലേബർ കോസ്റ്റ് കൺട്രോൾ ലീഡ്സ് ടു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ലീഡ്സ് ടു മിനിമൈസേഷൻ ഓഫ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലേബർ കോസ്റ്റ് കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ലേബർ കോസ്റ്റ് കൺട്രോളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇറ്റ് ലീഡ്സ് ടു മിനിമൈസേഷൻ ഓഫ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയും ലേബർ കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ലേബർ കോസ്റ്റ് കൂടെ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ലേബർ കോസ്റ്റ് കൂടെ നമുക്ക് അവിടെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത്, ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് എസെൻഷ്യൽ ടു കൺട്രോൾ ഐഡിൽ ടൈം, ഓവർ ടൈം, ലേബർ ടേൺ ഓവർ എക്സെട്ര. അതായത് ലേബർ കോസ്റ്റ് കൺട്രോൾ നമ്മുടെ ഐഡിൽ ടൈം, എംപ്ലോയീസിൻ്റെ വരുന്ന ഐഡിൽ ടൈം, അതുപോലെ ലേബർ ടേൺ ഓവർ ടൈം, ഇതൊക്കെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും ലേബർ കോസ്റ്റ് കൺട്രോൾ ആവശ്യമാണ്. അതായത് ഐഡിൽ ടൈം എന്ന് പറയുമ്പോൾ വർക്കിംഗ് ടൈം, നമ്മൾ പറഞ്ഞു വർക്കിംഗ് ടൈമിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും വർക്ക് ചെയ്യേണ്ട ടൈം അവിടെ പോവുകയാണ്. അപ്പോൾ ആ ടൈം ഐഡിൽ ടൈം. ഓവർ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു നിശ്ചിത സമയം ഉണ്ടാവും, ആ സമയത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുക, അതാണ് ഓവർ ടൈം എന്ന് പറയുന്നത്. ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ട് ആ എംപ്ലോയീസിന് അവിടെ അവർക്കതവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊക്കെ ഫീൽ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ലെഫ്റ്റായിട്ട് വേറെ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെയാണ് ലേബർ ടേൺ ഓവർ. അത് ഒരു ഓർഗനൈസേഷനിൽ ഒഴിവായിട്ട് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് പോവുക, അതാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ എന്ത് വരുന്നുണ്ട്, നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഐഡിൽ ടൈം എന്ന് പറയുമ്പോൾ നമുക്കവിടെ കോസ്റ്റ് വരുന്നുണ്ട്, വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അത്രയും സമയം പോവുകയാണ്, അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ ഓവർ ടൈം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ നിശ്ചിത സമയത്തിന് ശേഷവും വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്, നമുക്ക് അവിടെയും കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ലെഫ്റ്റായിട്ട് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ലേബർ ടേൺ ഓവർ വരും. നമ്മുടെ കയ്യിൽ നിന്ന് ലെഫ്റ്റ് ആകുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, അവർക്ക് വീണ്ടും ട്രെയിനിങ് കൊടുക്കണം. അപ്പോഴൊക്കെ എന്ത് വരുന്നുണ്ട്, അവിടെ വീണ്ടും എന്ത് വരികയാണ്, നമുക്ക് കോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ലേബർ കോസ്റ്റ് കൺട്രോൾ എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. ദെൻ ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് നെസസറി ടു ഇൻക്രീസ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി. ദിസ് ഈസ് പോസിബിൾ ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിൾ ആണ്. അപ്പോൾ ലേബേഴ്സിന് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും
എന്താണ് ലേബർ കോസ്റ്റ് കൺട്രോളിന് അത്യാവശ്യമാണ്. അത് നമുക്ക് പോസിബിൾ ആവുന്നത് ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനത് പോസിബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ. അതായത് എംപ്ലോയീസിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുമ്പോഴും അതുപോലെ അവരെ വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പോഴുമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഓർഗനൈസേഷനിലേക്ക് അവിടെയുള്ള എംപ്ലോയീസിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവരെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത് ഏതിലൂടെയാണ്? പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെയും അതുപോലെ മോട്ടിവേഷനിലൂടെയാണ്. Then fourth one, labor cost control is required to ascertain correct labor cost. Correct labor cost helps in absorption of overhead. അതായത് കറക്റ്റ് ലേബർ കോസ്റ്റ് എത്രയാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ലേബർ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും കൂടെ സാധിക്കുകയുള്ളൂ. Then in certain industries, fifth one, in certain industries there is a shortage of skilled labor, hence they must be effectively utilized. For the effective utilization of skilled labor, a control over labor should be exercised. അതായത് ചില ഓർഗനൈസേഷനിൽ ഇൻ സർട്ടൻ ചില ഇൻഡസ്ട്രീസിൽ എന്താണ് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്കില്ലായിട്ടുള്ള എംപ്ലോയീസ് കുറവായിരിക്കും, ഷോർട്ടേജ് ഉണ്ടായിരിക്കും. ഹെൻസ് ദേ മസ്റ്റ് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. അങ്ങനത്തെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ അവരുടെ കഴിവ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് പ്രോഫിറ്റ് കൂടി ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ ഓർഗനൈസേഷന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സിൻ്റെ അവരുടെ കഴിവ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഫോർ ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്കിൽഡ് ലേബർ എ കൺട്രോൾ ഓവർ ലേബർ ഷുഡ് ബി എക്സസൈസ്ഡ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ സ്കില്ല് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രോപ്പർ കൺട്രോൾ ആവശ്യമാണ്. അതാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത്. ദെൻ സിക്സ് വൺ, proper employment and utilization of labor effect, cost of production and quality of the product. These factors in turn affect the profitability of the firm. അതായത് പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എഫക്ട്സ്, അത് നമ്മൾ പ്രോപ്പറായിട്ട് വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്തത് റിക്രൂട്ട് ചെയ്തെടുക്കുക, അതുപോലെ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ സ്കിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, ദസ് ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് ദി ഫേം. അതായത് അപ്പോൾ നമ്മുടെ ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും പ്രോസ്പെറിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഏത് അത്യാവശ്യമാണ്, ലേബർ കോസ്റ്റ് കൺട്രോൾ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. Okay, these are the main importance of labor cost control.